തരം തിരുവേദം മനസമോദ വികാസം. എല്ലാവർക്കും റീബിൽഡ് യുവർ ചർച്ച് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സഭകളുടെ പുനർനിർമ്മാണത്തിന് അനിവാര്യമായ ആലോചനകളാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഈ നാളുകളിൽ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു സഭയുടെ ഇടയൻ അല്ലെങ്കിൽ സഭയുടെ നേതാവ് ആ സഭയെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ള വിഷയമാണ്. ഈ ഫോബിയ എന്ന വാക്ക് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പദമാണ്. ഗ്രീക്കിലെ ഫോബോസ് എന്ന വാക്കിൽ നിന്നാണ് ഈ ഫോബിയ എന്ന ഇംഗ്ലീഷ് പദം ഉത്ഭവിച്ചിട്ടുള്ളത്. ഫോബിയ എന്ന വാക്കിൻ്റെ അർത്ഥം കഠിനമായ തീവ്രമായ ഭയം എന്നാണ്, ഇൻറ്റൻസ് ഫിയർ. അപ്പോൾ ഇത് സാധാരണ ഭയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. യുക്തിരഹിതമായിട്ടുള്ള ഭയം അല്ലെങ്കിൽ ഇറാഷണൽ ഫിയർ എന്ന് വേണമെങ്കിലും ഈ ഫോബിയ എന്ന പദത്തെ നമുക്ക് വിളിക്കാൻ സാധിക്കും. മനുഷ്യൻ പൊതുവെ പലതരം ഭയമുള്ള ആൾക്കാരാണ്. നമുക്കറിയാം, ഈ ആളുകളെ ഭയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ആളുകളെ കണ്ട് അവരെ അഭിമുഖീകരിക്കുവാൻ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനൊക്കെ സദസ്സിനെയൊക്കെ അഭിമുഖീകരിക്കാൻ പ്രയാസമുള്ള ഭയപ്പെടുന്ന ആൾക്കാരുണ്ട്. അതിനെ വിളിക്കുന്നത് ഗ്ലോസോഫോബിയ എന്നാണ്. അതുപോലെ ഉയരത്തെ ഭയമുള്ള ആൾക്കാരുണ്ട്, അതിനെ വിളിക്കുന്നത് ആക്രോഫോബിയ എന്നാണ്. അതുപോലെ രക്തം കണ്ടാൽ മോഹാലസ്യപ്പെട്ടു വീഴുന്ന ചില ആൾക്കാരുണ്ട്, ആ ഭയത്തെ വിളിക്കുന്നത് ഹീമോഫോബിയ എന്നാണ്. അതുപോലെ സ്ത്രീകളെ ഭയമുള്ള ആൾക്കാരുണ്ട്, ഗൈനോഫോബിയ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ഫോബിയകൾ മനുഷ്യനുണ്ട് എന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. പൗലൂസിൻ്റെ ജീവിതത്തിലും ഒരു ഭയമുണ്ടായിരുന്നു എന്നുള്ളത് 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പൗലൂസ് പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലൂസിൻ്റെ ജീവിതത്തിലെ ഒരു ഭയത്തെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പൗലൂസ് പരാമർശിക്കുന്നത്. അപ്പോൾ സഭയെക്കുറിച്ചുള്ള പൗലൂസിൻ്റെ ആകുലത, അതാണ് ഈ വാക്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഫിലിപ്പി ലേഖനം 4-ാമത്തെ വാക്യത്തിൽ പൗലൂസ് പറഞ്ഞല്ലോ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോൾ ആ പൗലൂസ് തന്നെയാണ് ഇവിടെ കഠിനമായ തീവ്രമായ ഒരു ഭയത്തിൽ താനായിട്ടുണ്ട് അല്ലെങ്കിൽ ആയിരിക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ ഈ ലേഖനത്തിലൂടെ പൗലൂസ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൗലൂസിൻ്റെ ഈ ഭയം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്കുള്ള ഭയമല്ല. ആ ഭയത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സഭയെക്കുറിച്ച് ഭയപ്പെടുന്ന അല്ലെങ്കിൽ സഭയെക്കുറിച്ച് ആകുലപ്പെടുന്ന പൗലൂസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വാക്കിനെ വേണമെങ്കിൽ അല്ലെങ്കിൽ പൗലൂസിൻ്റെ ഭയത്തെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വിളിക്കാം? എക്ലീസിയ ഫോബിയ, സഭയെ ഭയപ്പെടുക, സഭയെക്കുറിച്ച് ഭയപ്പെടുക. ഈ കാലഘട്ടത്തിൽ ആത്മീയ ശുശ്രൂഷയിൽ ആയിട്ടുള്ള ഏതൊരു ക്രിസ്തീയ നേതാവും അതുപോലെ ആത്മീയ കൂട്ടായ്മകളോട് ബന്ധപ്പെട്ടിട്ടുള്ള സഭയോട് ബന്ധപ്പെട്ടുള്ള ഏതൊരു ക്രിസ്തീയ വിശ്വാസിക്കും ഉണ്ടാകേണ്ട ഒരു ഭയമാണ്, ഒരു മനോഭാവമാണ് പൗലൂസിൻ്റെ ഈ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലൂടെ പൗലൂസ് പറയുന്ന ഈ കാര്യം. ഇത് ഒരു പ്രസ്താവന പറയുക മാത്രമല്ല, പൗലൂസിൻ്റെ ശുശ്രൂഷകളും അതുപോലെ പൗലൂസിൻ്റെ ജീവിതവും ഒക്കെ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ വ്യക്തമായും ഈ ഒരു ഭയം പൗലൂസിനെ അലട്ടിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പൗലൂസിൻ്റെ ജീവിതത്തിൽ നിന്നും 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, സഭയെക്കുറിച്ച് വളരെ തീഷ്ണതയുള്ള ഒരു നേതാവായിരുന്നു പൗലോസ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നിന്നും ചില ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ ഞാൻ എരിയുന്നു. അപ്പോൾ പൗലോസിന് ഈ സഭയെക്കുറിച്ച് വലിയൊരു എരിവുണ്ടായിരുന്നു, ഒരു വലിയൊരു തീഷ്ണത ഉണ്ടായിരുന്നു. ഈ വാക്ക് തന്നെ, ഈ എരിവ് എന്ന ആ വാക്ക് തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പെസഹ സമീപമായ സമയത്ത് ആ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ തൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലിയാക്കിയ ആ ഒരു രംഗം കണ്ട് കർത്താവ് അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെ എല്ലാം പുറത്താക്കി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യമാണ്. അവിടെ പറയുന്ന ഒരു വാക്ക്, ശിഷ്യന്മാർ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ഈ സംഭവം കണ്ടപ്പോൾ പറഞ്ഞു, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. ആ വാക്ക് അന്വർത്ഥമാകുന്ന, നിവൃത്തിയാകുന്നതായിട്ടാണ് അവിടെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനും തൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ച് വലിയൊരു എരിവുണ്ടായിരുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറഞ്ഞ ഇങ്ങനെയാണ്: നിങ്ങൾ ചെയ്യുന്നത് ഒക്കെയും മനുഷ്യർക്കെന്നല്ല,
കർത്താവിനെ എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അപ്പൊ ഇത് വളരെ കുറിക്കൊള്ളേണ്ട ഒരു വാക്യമാണ്. നാം എന്തെങ്കിലും ചെയ്തു കൂട്ടുകയല്ല. ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യ വിശ്വാസി എന്ന നിലയിൽ നാം എന്തു ചെയ്താലും അതിനൊരു ലക്ഷ്യമുണ്ടാകണം. ഒരു ആത്മഭാരത്തോടെ ആയിരിക്കണം നാം ആ കാര്യം ചെയ്യുന്നത്. മറ്റുള്ളവരുടെ നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കരുത് നാം അത് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, മറ്റൊരു വാക്യം, ഒരു ഭാഗം ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം മാത്രമേ എല്ലാവരും നോക്കുന്നു. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യമാണ്. എന്നാൽ ആ വാക്യത്തിൽ തന്നെ പൗലൂസ് തിമോത്തിയോസിനെ ഇതിൽ നിന്നും വ്യത്യസ്തനായി കാണുകയാണ്. ഒരു മകൻ അപ്പനെ എങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നു, അതേ മനോഭാവത്തിൽ തനിക്ക് അല്ലെങ്കിൽ തൻ്റെ വിലയോടുള്ള ബന്ധത്തിൽ ഈ തിമോത്തിയോസ് പ്രവർത്തിച്ചു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഒരു ഇടയൻ അല്ലെങ്കിൽ ഒരു സഭയുടെ നേതാവ്, ഒരു പാസ്റ്റർ, ഒരു വൈദികൻ, സഭയുടെ നേതാവ് ആരാണോ ആ വ്യക്തിക്ക് താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച്, തൻ്റെ സഭയെക്കുറിച്ച് വ്യക്തമായ ഈ ഒരു മനോഭാവം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഓരോ ഇടയനും ചിന്തിക്കുക, എനിക്ക് എൻ്റെ സഭയെക്കുറിച്ച് അങ്ങനെ ഒരു വിചാരമുണ്ടോ. അതുപോലെ രണ്ടാമത്തെ മറ്റൊരു കാര്യം പൗലൂസിനെ സംബന്ധിച്ച് നമുക്ക് പറയുന്നത്, അവിടെ പൗലൂസ് സഭയെക്കുറിച്ച് ആകുലതയുള്ള ഒരു വ്യക്തിയായിരുന്നു. താൻ എരിവുള്ളവനായിരുന്നു, അതുപോലെ തന്നെ ആകുലതയുള്ള ഒരു നേതാവായിരുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലൂസിന്റെ മനസ്സിലെ വലിയൊരു ഭയമായിരുന്നു, ഈ സഭയുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുമോ, നിർമ്മലത നഷ്ടപ്പെട്ടു പോകുമോ, സാത്താൻ അവരെ കീഴടക്കുമോ. അപ്പൊ ഇത് പൗലൂസിന്റെ ജീവിതത്തിലെ വലിയൊരു ഭയമായിരുന്നു. ഈ ലേഖനത്തിൽ തന്നെ 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പൗലൂസ് പറഞ്ഞതാണ്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ആ പൗലൂസ് തന്നെ ഇവിടെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലൂസിന്റെ വലിയൊരു ഭയം, അവിടെ ഏകാഗ്രത സാത്താൻ നഷ്ടപ്പെടുത്തി കളയുമോ, ഹവ്വയെ ചതിച്ചതുപോലെ സാത്താൻ ഈ വിശ്വാസത്തെ ചതിക്കുമോ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നേതാക്കന്മാരെ സംബന്ധിച്ച്, സഭയുടെ നേതൃത്വത്തെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ ഉള്ള ഒരു ഭയം, സഭയെക്കുറിച്ച്, ദൈവജനത്തെക്കുറിച്ച്, സഭാംഗങ്ങളെക്കുറിച്ച് ഉണ്ടായിരിക്കേണ്ട ഒരു ഭയം ഇതാണ്. പുറമേ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സഭയുടെ ആരാധനയോ ആത്മീയ കൂട്ടായ്മകളോ ബൈബിൾ ക്ലാസ്സിലോ അല്ലെങ്കിൽ ക്യാമ്പുകളോ കൺവെൻഷനോ ഇതൊക്കെ കൃത്യമായി ക്രമമായി നടക്കുന്നുണ്ട്. പുറമേ ഒരു കുഴപ്പവും ഒരുപക്ഷെ കാണുകയില്ല. പക്ഷെ പൗലോസ് അതല്ല ചിന്തിക്കുന്നത്. ഈ കൊരിന്ത്യ സഭയെക്കുറിച്ച് തന്നെ 1-ാം അധ്യായത്തിൽ, 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കൃപാവരികൾ ഒന്നും കുറവില്ലാത്തവരാണ് ഈ സഭയെന്ന്. എന്നാൽ അതല്ല പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഈ സഭയുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുമോ, അവരുടെ മനസ്സ് വഷളായി പോകുമോ, സാത്താൻ അവരെ തന്ത്രത്തിൽ കൊടുക്കുമോ, ഈ ഒരു ചിന്ത പൗലോസിന്റെ ചിന്താമണ്ഡലത്തെ എപ്പോഴും ഭരിച്ചിരുന്നു. ഈ ഒരു ഭയം ഇന്ന് ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിനും തങ്ങൾ ആരെ ശുശ്രൂഷിക്കുന്നു ആ ശുശ്രൂഷിക്കുന്ന വിശ്വാസികളെക്കുറിച്ച്, സഭാംഗങ്ങളെക്കുറിച്ച്, കുടുംബങ്ങളെക്കുറിച്ച് ഈ ഒരു ഭയം ഉണ്ടാകണം. യോബിന്റെ മക്കളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യോബ് തൻ്റെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ പ്രത്യേകിച്ചും ആൺമക്കളോടുള്ള ബന്ധത്തിൽ ഒരു വാക്ക് അവിടെ യോബ് ഉപയോഗിക്കുന്നുണ്ട്. ഈ തൻ്റെ മക്കളെ സംബന്ധിച്ച് അവരെ ദൈവകൃപയെന്ന് വിട്ടുപോകുമോ, അല്ലെങ്കിൽ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിക്കുമോ, ഈ ഒരു വലിയ ഭയം ഭക്തനായിരുന്ന ഇയ്യോബിനെ ഭരിച്ചിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോകുമോ, 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. ഈ ഒരു ചിന്ത, ഈ ഒരു ഭയം ഇന്ന് സഭയെ പരിപാലിക്കുന്ന ഏതൊരു സഭാ നേതാവിനും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള വിചാരണയിലുള്ള ദൈവജനം തെറ്റിപ്പോകുമോ, അവരെ ദൈവകൃപയിൽ നിന്ന് അകന്നു പോകുമോ, അങ്ങനെ ഒരു ചിന്ത ഏതൊരു പ്രാദേശിക സഭയുടെ നേതാവിനും ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ശമൂവേലിന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ ശമൂവേൽ പറയുന്നൊരു വാക്ക് നാം വായിക്കുന്ന ഇങ്ങനെയാണ്, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത്. 1 ശമൂവേൽ 1-ാം അധ്യായം 12-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇന്ന് ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിലുള്ള ദൈവദാസന്മാർ, സഭയുടെ മൂപ്പന്മാരായിട്ടുള്ള വ്യക്തികൾ, പാസ്റ്റേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ, അവരുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത തങ്ങളുടെ ആട്ടിൻകൂട്ടത്തെക്കുറിച്ചുണ്ടോ, എൻ്റെ വിചാരണയിലുള്ള ദൈവജനം അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അവരെ സാത്താൻ പലപ്പോഴും അവരെ തെറ്റിക്കുവാനുള്ള സാധ്യതയുണ്ട്, അവരുടെ മനസ്സ് മാറുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ചിന്താഭാരം ഇന്ന് എത്ര നേതാക്കന്മാരെ ഭരിക്കുന്നു. മൂന്നാമത്തെ
പ്രത്യേകത പൗലൂസിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ സർവ്വ സഭകളെയും കുറിച്ച് ചിന്താഭാരമുള്ളവനായിരുന്നു പൗലൂസ് എന്ന ഈ നേതാവ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ആ കാര്യമാണ്. പൗലൂസിന്റെ ക്രിസ്തീയ ജീവിതത്തിലെ ശുശ്രൂഷയും താൻ അനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ചൊക്കെ ഒരു വലിയ പട്ടിക 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പൗലൂസ് അവിടെ പറയുന്നത് 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, അതുപോലെ ഞാൻ ഒരു രാവും പകലും വെള്ളത്തിൽ കഴിച്ചുകൂട്ടേണ്ടതായിട്ട് വന്നു, അതുപോലെ തടവിനേക്ക് നേരിട്ടു, അടി നേരിട്ടു, അതുപോലെ പട്ടിണി, നദികളിലെ ആപത്ത്, അതുപോലെ കരയിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ തൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ താൻ അനുഭവിച്ച പൈതാഹത്തെക്കുറിച്ചും അതുപോലെ പട്ടിണിയെക്കുറിച്ചും നഗ്നതയെക്കുറിച്ചും അതുപോലെ കള്ള സഹോദരന്മാരാലുള്ള ഉപദ്രവം ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ, ആ കഷ്ടതയുടെ ഒരു വലിയ പട്ടിക പറഞ്ഞ ശേഷം പൗലോസ് ഏറ്റവും ഒടുവിൽ പറയുന്ന വാക്കിതാണ്, ഈ അസാധാരണ സംഗതികൾ സംഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന ഓരോ ക്രൈസ്തവ നേതാവും, സഭയുടെ നേതാക്കന്മാർ, മൂപ്പന്മാർ, പാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരെല്ലാം ഈ വാക്ക് തങ്ങളുടെ സഭാഹോളുകളിൽ തങ്ക ലിപികളിൽ എഴുതി ചേർക്കേണ്ടത് ആവശ്യമാണ്. ഈ അസാധാരണ സംഗതികൾ കൂടാതെ സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും എനിക്കുണ്ടായിരുന്നു. ഒരു നേതാവെന്ന നിലയിൽ, ഒരു സഭയുടെ നേതാക്കന്മാരെന്ന നിലയിൽ, മൂപ്പന്മാരെന്ന നിലയിൽ, പാസ്റ്റേഴ്സ് എന്ന നിലയിൽ, ആ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികൾ ആരാണോ ആ വ്യക്തികൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ തിരക്ക് ഏത് കാര്യത്തോടുള്ള ബന്ധത്തിലാണ്. പൗലൂസിന്റെ തിരക്ക് എന്ന് പറയുന്നത് എബ്രായ വിശ്വാസികളെക്കുറിച്ച് മാത്രമല്ല, ജാതീയ മാർഗങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആ വ്യക്തികളെയും പൗലൂസ് കരുതുകയും അവർക്ക് ആലോചന പറയുകയും ചെയ്യാണ്. അപ്പോൾ പൗലൂസിന്റെ ജീവിതത്തിലെ ചിന്താഭാരം വ്യത്യസ്ത തലങ്ങളിലുള്ള വ്യത്യസ്ത മേഖലയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ച് ഉള്ളതായിരുന്നു. അത് തന്നെയല്ല, തൻ്റെ മാതൃസഭയായിട്ടുള്ള അന്ത്യോക്യ സഭയെക്കുറിച്ച് മാത്രമല്ല പൗലൂസിന്റെ ചിന്താഭാരം, അല്ലെങ്കിൽ യെരുശലേം സഭയെക്കുറിച്ച് മാത്രമല്ല പൗലൂസ് ചിന്തിക്കുന്നത്, കൊലോസിലെ സഭയെക്കുറിച്ചും താനെ പോയിട്ടില്ലാത്ത റോമയിലെ സഭയെക്കുറിച്ചും അതുപോലെ ഫിലിപ്പിയ സഭയെക്കുറിച്ചും കുരിന്തിലെ സഭയെക്കുറിച്ചും ഇങ്ങനെ സർവ്വ സഭകളെക്കുറിച്ചുള്ള ഒരു വലിയ ചിന്താഭാരം പൗലൂസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് എല്ലാ സഭകളെയും കുറിച്ചൊന്നും ചിന്താഭാരം വേണ്ട. കുറഞ്ഞ പക്ഷം നാം ഏതു സഭയിലാണോ, പ്രാദേശിക സഭയിലാണോ ശുശ്രൂഷിക്കുന്നത്, ആ സഭയെക്കുറിച്ചുള്ള, ആ സഭയിലുള്ള വിശ്വാസ കുടുംബങ്ങളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ചെങ്കിലുമുള്ള ഒരു ചിന്താഭാരം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ തിരക്ക് ഏത് കാര്യത്തിലാണ്? നമ്മുടെ ഭൗതികമായ, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള തിരക്കല്ലേ പല നേതാക്കന്മാരെ സംബന്ധിച്ചുമുള്ളത്? ഒരു ചിന്താഭാരം നമുക്കുണ്ടോ? വാസ്തവത്തിലെ സഭയെ പരിപാലിക്കുന്ന പരിപാലകർക്കുണ്ടാകേണ്ട ഏറ്റവും നല്ല ഒരു മനോഭാവമാണ് ഇവിടെ പൗലൂസ് പറയുന്നത്, സഭകളെക്കുറിച്ചുള്ള ചിന്താഭാരം എന്നുള്ള തിരക്ക്. പൗലൂസ് വെറുതെ ഒരു വാക്ക് പറയുകയല്ല. പൗലൂസ് ആ കാര്യം ചെയ്തത് തൻ്റെ ശുശ്രൂഷയും ജീവിതവും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. തിമോത്തിയോസിനെ എഫെസോസിലേക്ക് അയക്കുക, തീത്തോസിനെ ക്രേത്തയിലേക്ക് അയക്കുക. അതൊരു 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ സഭകൾക്ക് സാമ്പത്തിക സഹായം അയക്കാൻ വേണ്ടിയുള്ള ക്രമീകരണമൊക്കെ പൗലൂസ് അവിടെ മുൻഗണന നൽകുകയും മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഉപദേശപരമായ പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് പരിഹരിക്കാൻ പൗലൂസ് മുന്നിട്ട് ഇറങ്ങി എന്ന് വായിക്കുന്നുണ്ട്. വ്യക്തികൾ തമ്മിലുള്ള പ്രതിസന്ധി വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിന് പരിഹാരകനായിട്ട് പൗലൂസ് പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ചും ഒനേസിമോസും ഫിലമോനും തമ്മിലുള്ള പ്രശ്നം, അതിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടി താൻ ജയിലിൽ അവനോട് സുവിശേഷം പറഞ്ഞു, ആ ഒനേസിമസിനെ നേടി. അതിനുശേഷം പൗലൂസ് ചെയ്യുന്നത് ഇവരെ രണ്ടുപേരെയും ഒരു അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതുപോലെ നമ്മളെ പ്രവർത്തന പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഈ എഫെസോസിലെ മൂപ്പന്മാരോട് പൗലൂസ് ഏറ്റവും ഒടുവിൽ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ഞാൻ വീടുകൾ തോറും പട്ടണങ്ങൾ തോറും സഞ്ചരിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ജനത്തെ ഉറപ്പിച്ചു എന്നാണ്. 3 സംവത്സരം പട്ടണങ്ങൾ തോറും വീടുകൾ തോറും രാപ്പകലെ ഇടവിടാതെ, അത് തന്നെയല്ല പൗലോസ് അവിടെ പറയുന്ന പ്രയോഗം ഇതാണ്, കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ. ഇന്നുള്ള എത്ര നേതാക്കന്മാർ, എത്ര സഭയുടെ മൂപ്പന്മാർ, എത്ര പാസ്റ്റേഴ്സ് ഈ നിലയിൽ ആടുകളെക്കുറിച്ച്, ദൈവജനത്തെക്കുറിച്ച്, സഭയിലെ വിശ്വാസികളെക്കുറിച്ച് ഒരു ആത്മഭാരം ഉള്ളവരാണ്. ഈ കാലഘട്ടത്തിലെ സഭയുടെ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദൈവജനത്തെ
ശരിയായ നിലയിൽ ആത്മഭാരത്തോടെ പരിപാലിക്കുന്ന പരിപാലകർ ഇല്ല എന്നുള്ളതാണ്. ഒരാൾ ഒരിക്കൽ പറഞ്ഞ വാക്കിതാണ്, ഇന്ന് സഭ യോഗ പരിപാലനമാണ്, സഭാ പരിപാലനം അല്ല ഉള്ളത്. സഭകളെ പരിപാലിക്കുകയല്ല, സഭായോഗത്തെ പരിപാലിക്കുന്ന പരിപാലകരാണ്. 1 തിമോഥെയോസ് 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണം എന്ന് പൗലോസ് പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഓർക്കേണ്ടത്, ഒരാൾ നയിക്കുമ്പോൾ ആ നായകന്റെ വേദന മനസ്സിലാക്കണം. ഇങ്ങനൊരു പ്രയോഗമുണ്ട്, യു ലീഡ് ഹൂ ബ്ലീഡ്. രക്തം ചൊരിഞ്ഞ വ്യക്തികളാണ് നയിക്കേണ്ടത്. ഇന്നത്തെ പ്രശ്നം അത് തന്നെയാണ്. ഇന്ന് ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിലുള്ള പലരെ സംബന്ധിച്ചും അവർക്ക് രക്തം ചൊരിയുവാനോ കഷ്ടത അനുഭവിക്കുവാനോ ഇടയായിട്ടില്ല. പൗലോസ് കൊരിന്ത്യരോട് പറയുന്നൊരു വാക്കുണ്ട്, ക്രിസ്തുവിൽ നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ടായേക്കാം, ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അപ്പൊ ഇത് പൗലോസിന് പറയാൻ സാധിക്കും. ഈ സാധാരണ പറയുന്ന വാക്കുണ്ട്, നൊന്ത വയറ്റിലെ അന്തം പായും. യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിനെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തി ആരാണോ, ആ വ്യക്തിക്കാണ് ആ വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുണ്ടാകുന്നത്. ആ വ്യക്തിയെ ആത്മീയമായി വളരണമെങ്കിൽ ആ വ്യക്തി തളർന്നു പോകാതെ, സാത്താന്റെ തന്ത്രങ്ങളിൽ കൊടുങ്ങാതെ ദൈവകൃപയിൽ വളരണമെന്ന് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്. ഇന്ന് പലപ്പോഴും സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു നല്ല ശതമാനവും ഈ നിലയിൽ ഒരു ഗുരുവെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവ് എന്ന നിലയിൽ അവർ പ്രവർത്തിച്ചേക്കാം. എന്നാൽ ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു ആത്മീയ പിതാവ് എന്ന നിലയിൽ പല ആൾക്കാർക്കും പ്രവൃത്തി പരിചയമില്ല. അതിൻ്റെതായ പ്രതിസന്ധികളാണ് ഇന്ന് സഭകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പൗലോസിന്റെ ഈ ഒരു സഭയെക്കുറിച്ചുള്ള വിചാരം, കരുതൽ, ഭയം, ചിന്താഭാരം ഉള്ള ഒരു നല്ല നേതാക്കന്മാരായി നമുക്ക് വരുന്ന ദിവസങ്ങളിലെ ശുശ്രൂഷയിൽ തുടരാം. ദൈവമായ കർത്താവേ, ഈ ചിന്തകളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹമാണ് എങ്കിൽ, പ്രയോജനമാണ് എങ്കിൽ നിങ്ങളിത് പങ്കുവയ്ക്കണം. മറ്റുള്ളവരുമായി അത് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവത്തിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.